എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. എല്ലാവരും ഓണമെല്ലാം കഴിഞ്ഞ് വിശ്രമത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സമയം മാറ്റിയത്. രാവിലെ ഇട്ടാൽ ആർക്കും കാണാൻ നേരം ഉണ്ടാവില്ലല്ലോ. അപ്പം എല്ലാവരും ഹാപ്പി ഓണം. ഇനി 3-ാം ഓണം 4-ാം ഓണം എല്ലാം നന്നായിട്ട് ആഘോഷിക്കുക. ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് പനീർ, കാജു പനീർ. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ ഇതെല്ലാം. പനീറുണ്ട്, കാജു ഉണ്ട്. കാജു എന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ്. പിന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ഇതൊന്ന് തക്കാളി ഒന്ന് അരച്ചെടുക്കണം. മറ്റേതൊന്ന് ചതച്ചെടുക്കണം. അത് നമ്മൾ ചതക്കല്ല, നല്ലോണം തന്നെ ഉരലിലിട്ട് ഇടിച്ചെടുക്കണം. പിന്നെ ഈ അണ്ടിപ്പരിപ്പ് ഞാൻ പകുതി എടുത്ത് വെച്ചത്, ഇത് ഞാൻ കുതിർത്ത് വെക്കാൻ പോകുന്ന ഒരു 1/4 മണിക്കൂർ അതായിരുന്നു കുതിർന്നോട്ടെ. ബാക്കിയെല്ലാം റെഡിയായി വരുമ്പോഴത്തേക്ക് അത് നല്ലോണം കുതിർന്നോളും. മറ്റത് അത് വറുത്തിടുകയാണ്. അത് മാറ്റി വെച്ചിട്ടുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. അത് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പിന് അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒരു 15-20ഓളം അണ്ടിപ്പരിപ്പ് അരക്കുവാനും എടുത്തിട്ടുണ്ട്. മറ്റത് ഒരു 10-15 വറക്കുവാനും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പനീർ, ഉള്ളി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഇതൊന്ന് അരച്ചെടുക്കണ്ടേ. അണ്ടിപ്പരിപ്പ് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഈ അരക്കുമ്പോൾ നമ്മൾ അതിലേക്ക് അതിൻ്റെ കൂടെ ഒരു 2-3 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാൻ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പുളിപ്പില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. തൈര് ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ഈ ക്രീം വേണം നിർബന്ധമായിട്ട്. ഞാൻ ക്രീം വാങ്ങുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാൽപ്പാട, ഇന്നത്തെ പാൽപ്പാട് എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ഉണ്ട്, അതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് ഒപ്പിക്കുകയെന്നല്ല, നമുക്ക് ക്രീമിനോട് വലിയ താല്പര്യമില്ല. ഇതൊന്ന് അരച്ചിട്ട് ഒരു ഭാഗത്തിരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കടായി അടുപ്പിൽ വെക്കാം. കടായി ചൂടാകുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ഹീപ്ഡ് ടേബിൾ സ്പൂൺ തന്നെയാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഉരുകി വരുമ്പോൾ നമുക്ക് അണ്ടി നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടില്ലേ കുറച്ച് പരിപ്പ്, അത് വറുത്തിട്ടെടുക്കുക. ഇത് വറുത്തിട്ട് അവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവസാനം ചേർത്താൽ മതി. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നെയ്യിൽ തന്നെ പനീറും ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഞാനങ്ങനെ ചെയ്യലില്ല, എനിക്കത് അത്ര ഇഷ്ടമല്ല. അതാകുമ്പോൾ കടിച്ച് വലിക്കും പോലെ ഉണ്ടാവും. മറ്റേതാകുമ്പോൾ നല്ല വെറുതെ അങ്ങിട്ടാൽ സോഫ്റ്റായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു സ്പൈസസ്, ഒരു കഷ്ണം ജാതിപത്രി, ഒരു കറുത്ത ഏലക്കായ്, ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ്, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത് നിങ്ങളടുത്ത് ഏത് മസാലയാണ് ഉള്ളതെന്ന് വെച്ചാൽ അന്നേരം ചേർക്കാം കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളടുത്ത് ബേ ലീഫ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ടാണ് ചേർക്കാൻ. അതെല്ലാം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുത്തിട്ട്, ഉള്ളി നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം വാട്ടിയെടുത്തോ. നല്ലോണം വാടി നല്ല ഒരു എന്നാ പറയണ്ടേ, നല്ലൊരു വഴവഴാന്നായി വരും. അന്നേരം നമ്മൾ ഇടിച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചോളിയും കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പോയി അടി പറ്റിക്കളയും. ഇനി അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ച തക്കാളി അതങ്ങ് ചേർത്ത് കൊടുക്കുക. അതും ചേർത്തിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാലേ നിങ്ങൾക്കിപ്പം പെട്ടെന്ന് വെള്ളം വറ്റി കിട്ടുള്ളൂ. അതവിടെ നിൽക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു കോപ്പയിൽ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു പേസ്റ്റാക്കി എടുക്കുക. കാരണം ഇത് അവസാനം ഉള്ളിയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എങ്ങനെ ആക്കിയത്. നിങ്ങൾ കരിഞ്ഞു പോകില്ല എന്നുള്ളവർക്ക് അങ്ങനെ പൊടി ഇട്ടിട്ടും ആക്കാം. കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ഈ കപ്പൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം ഒന്ന് വറ്റുകയും വേണം. ഇതിൻ്റെ ഒരു എന്താ പറയണ്ട, മുളകിൻ്റെ ഒരു കുത്തലുണ്ടാവില്ലേ, അത് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം കുത്തലെല്ലാം പോയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കണ്ടോ എണ്ണയെല്ലാം തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പും ക്രീമെല്ലാം കൂടിയിട്ടുള്ളത് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം കേട്ടോ. കാരണം എന്നാൽ നിങ്ങൾക്ക് കറി എത്ര വേണമെന്നുള്ളത് ഈ സമയത്ത് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി കൊടുക്കുക. അതിന് ശേഷം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലൊരു തിള വരുവാൻ തുടങ്ങുമ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണേ ചെയ്യാവൂ.
കണ്ട തിള വന്നിട്ടുണ്ട്. അതിന് പെട്ടെന്ന് തന്നെ ഇളക്കിക്കോളി, ഇല്ലെങ്കിൽ അടി പിടിച്ചു പോവും, കാരണം അണ്ടിപ്പരിപ്പ് അരച്ചതാണ്. കണ്ട നല്ല നല്ല ഏകദേശം ആയി വരുന്നുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂൺ കസൂരി മേത്തി നല്ലോണം കയ്യിൻ്റെ അടിയിലിട്ടിട്ട് ഞെരടിയിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ പഞ്ചസാര മൊത്തത്തിൽ അങ്ങ് കലങ്ങുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പനീർ ഇട്ട് കൊടുക്കുന്നത്, ഞാൻ വറുത്തിട്ടൊന്നുമില്ല കേട്ടോ, നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ നല്ലതാണ്. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. നല്ല ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം, കാരണം കറിയെല്ലാം പനീറിൻ്റെ മേലും ആവണ്ടേ. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലാണേ ഇടാവൂ ഈ സമയത്തല്ലോ. എന്നിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി, അതായത് 1/8 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആഹാ, നല്ല മണമുണ്ട് കേട്ടോ. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പിന് നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.